അച്യുതൻ, അപ്പോൾ വൻമരങ്ങൾ വീഴുന്ന കാഴ്ച നമ്മളിന്ന് കണ്ടു. അഴിമതിക്കെതിരായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിൽ തന്നെ അഴിമതിയിൽ അടിമുടി മുങ്ങി മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഇവരെല്ലാം ജയിലിൽ പോകേണ്ട സാഹചര്യം. അപ്പോൾ ഈ കേസുകളൊക്കെ തീർച്ചയായും വലിയ തിരിച്ചടി ആയിട്ടുണ്ട് AAPക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം BJPയുടെ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് തന്നെയാണോ? എന്താണ് AAPയുടെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്? പ്രവിധ, ആം ആദ്മി പാർട്ടിയുടെ നെടും തൂണായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ആ അരവിന്ദ് കെജ്രിവാൾ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം, ഈ പാർട്ടിയിന്മേലുള്ള ആത്മവിശ്വാസത്തെ കൂടി കെടുത്തിയിരിക്കുകയാണ് ആ പരാജയം. അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, രണ്ടാമത്തെ മുഖമായ മനീഷ് സിസോദിയും പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പല നേതാക്കളും, ആം ആദ്മിയുടെ തന്നെ പല പ്രമുഖ നേതാക്കൾക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് വലിയ രീതിയിൽ തന്നെ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിനെ കൂടി ബാധിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ തർക്കമില്ല. ആം ആദ്മി പാർട്ടിയുടെ ഒരു ഭാവി കൂടി നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവം അത് ഡൽഹിയിൽ തന്നെയാണ്. അഴിമതിക്കെതിരെ പോരാടിയ ഒരു പാർട്ടിയായിരുന്നു. എന്നാൽ ആ പാർട്ടി തന്നെ, ആ പാർട്ടിയിലെ പല നേതാക്കളും അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. സത്യേന്ദ്ര ജെയിൻ കള്ളപ്പണ കേസിൽ അഴിമതി ആരോപണം നേരിട്ട് ജയിലിൽ പോകേണ്ടി വന്നു സത്യേന്ദ്ര ജെയിന്. അതിനുശേഷമാണ് മദ്യനയ അഴിമതി കേസ് നേതാക്കളെ ആകെ പെടുത്തിക്കളഞ്ഞത്. അതിൽ മനീഷ് സിസോദിയ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ജയിലിൽ പോകേണ്ടി വരുന്നു. MP സഞ്ജയ് സിംഗിന് ജയിലിൽ പോകേണ്ടി വന്നു. തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനും ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ അതിനുശേഷം നേതാക്കൾ പുറത്തിറങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചത് അതൊരു ED CBI രാഷ്ട്രീയ വേട്ട എന്ന രീതിയിൽ ആ പ്രചരണം ശക്തമാക്കി അതിനെ പ്രതിരോധിക്കാനാകും എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടൽ വിജയിച്ചിട്ടില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചപ്പോഴും ഒരു സീറ്റുകൾ പോലും കൈക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് വിശ്രമിക്കാമെന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കാര്യം തന്നെയാണ് നമുക്ക് ഒന്നുകൂടെ എടുത്തു നോക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ തോറ്റു എന്ന് മാത്രമല്ല, അവരുടെ പ്രമുഖരായ ഒരു നേതാവ് പോലും ഇപ്പൊ ആശ്വാസത്തിന് അതിശയം ഉണ്ടാവും. അതല്ലാതെ അവരെ നയിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, അതെ, നയിച്ചിരുന്ന ആൾക്കാരെല്ലാം തോറ്റു. അപ്പോൾ അണികളുടെ ഒരു പ്രവർത്തന വീര്യം അല്ലെങ്കിൽ അവരുടെ ഊർജ്ജം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ബഹളങ്ങളും സന്തോഷമൊക്കെ നിലച്ചിരുന്നു. അപ്പോൾ അതിദയനീയമാണ് ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ. അവർക്ക് ഭരിക്കാൻ പക്ഷേ സമയം കിട്ടിയിട്ടില്ല. അവർ അച്യുതൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എല്ലാവരും ജയിലിലായിരുന്നു. ഇനി തിരിച്ചുവരവിന്റെ പാതയിൽ എങ്ങനെ നീങ്ങണമെന്ന് ആം ആദ്മി പാർട്ടി കൃത്യമായി ആലോചിച്ച് പ്ലാൻ ചെയ്ത്